ഇന്നു മുതൽ ഞാൻ എല്ലാവരോടും ദയ കാണിക്കും. അപ്പോഴവരും എന്നോട് നന്നായി പെരുമാറും. നീ എന്തെങ്കിലും തെറ്റ് ചെയ്താ എന്താണ് ചെയ്യുക? ഞാൻ അവരെ ഒഴിവാക്കും, എന്നിട്ട് പൊയ്ക്കളയും. എന്തിന്? നിനക്ക് സോറി എന്ന് പറഞ്ഞൂടെ? അവരെന്നോട് ഒച്ച വെച്ചാൽ എന്തു ചെയ്യും? നിങ്ങൾ തെറ്റു മനസ്സിലാക്കി ക്ഷമ ചോദിച്ചാൽ ആരും നിങ്ങളോട് ഒച്ച വെക്കില്ല. അഥവാ ഒച്ച വച്ചാൽ തന്നെയും നിങ്ങളതിനെ ധൈര്യമായിട്ട് നേരിടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സോറി എന്നത് ശരിക്കും ഒരു മാന്ത്രിക വാക്കാ. അത് രണ്ടുപേരെയും സന്തോഷിപ്പിക്കും. ക്ഷമിക്കൂ എന്ന് പറയാൻ പഠിക്കുക. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വേഗം ഇങ്ങോട്ട് നടക്ക്. നേരെ ഉരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ കാട് എങ്ങനെയെങ്കിലും കടക്കണം. ഞങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വളരെ സൂക്ഷിക്കണം. കള്ളന്മാരിവിടെ പതുങ്ങിയിരുന്ന് നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം നടക്ക്. അച്ഛാ, അവർ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട. നിന്റെ അച്ഛനത് നോക്കിക്കോളും. നീ സൂക്ഷിച്ച് നടന്നാ മതി. ശരിയമ്മേ. അവർ നടന്നുകൊണ്ടിരിക്കെ നിക്ക്. ആരോ അവിടെ സംസാരിക്കുന്ന കേട്ടോ? ഞാൻ കേട്ടു. ഓ, ഒരു കുടുംബം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിലമതിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. വേഗം കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ തരൂ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. മര്യാദക്കെടുക്ക്. നോക്കൂ, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് പണം ചേർത്ത് വെച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ഞങ്ങളെ നിങ്ങളൊന്നും ചെയ്യരുത്. മതി സംസാരിച്ചത്. മര്യാദയ്ക്ക് കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങെടുക്ക്. അതേസമയം ആൺകുട്ടി ചുറ്റും നോക്കിക്കൊണ്ടേയിരുന്നു. അച്ഛനമ്മമാരെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചു. പെട്ടെന്നവൻ ഒരു മരത്തിന്റെ മുകളിൽ ഒരു വലിയ തേനീച്ചക്കൂട് കണ്ടു. അവൻ ഒരു കല്ലെടുത്ത് അതുകൊണ്ട് തേനീച്ചക്കൂട്ടിൽ എറിഞ്ഞു. അത്ര തന്നെ. തേനീച്ചകൾ മൂളിക്കൊണ്ട് പറക്കാൻ തുടങ്ങി. അവ കള്ളന്മാരെ ആക്രമിച്ചു. അതേസമയം വേഗം വരൂ, നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. വരൂ അച്ഛാ, വരൂ അമ്മേ. എല്ലാവരും അതിവേഗം ഓടാൻ തുടങ്ങി. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത കള്ളന്മാർക്ക് വളരെയധികം മുറിവുകളുണ്ടായി. അവർ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. എന്റെ പൊന്നു മോനെ, നീ വളരെ ധൈര്യശാലിയാണ്. നിന്റെ ധൈര്യം നമ്മുടെ സ്വത്തും പ്രയത്നവും എല്ലാം സംരക്ഷിച്ചു. നീ നല്ല കുട്ടിയാണ്. ശരി, സമയം കളയണ്ട, നമുക്ക് പോകാം. വാ. 3 പേരും വീണ്ടും യാത്ര തുടർന്നു. ഡബിൾ മൈൻഡ്. തീരുമാനമെടുക്കാനുള്ള കഴിവുകേട്. ബ്ലെയിം. ഒരാളുടെ മേൽ പഴി ചുമത്തുക. അഷെയിം. നാണക്കേട് തോന്നുക അഥവാ ലജ്ജിക്കുക.